എപ്പോഴാ അമ്മ നമ്മൾ ഇവിടുന്ന് പോകുന്നേ? മോളുടെ അസുഖം കുറയുമ്പോ നമ്മൾ പോവും. സ്കൂളിൽ പോണം, ഫ്രണ്ട്സിനെ കാണണം. ഗൗരിമോൾ എന്താ പറയുന്നേ? മോക്ക് സ്കൂളിൽ പോകുന്ന കാര്യം പറയായിരുന്നു. അതിനെന്താ, പോവാലോ. അസുഖം മാറിക്കഴിഞ്ഞ് മോക്ക് സ്കൂളിൽ പോവാം, കൂട്ടുകാരോടൊപ്പം കളിക്കാം, എന്തു വേണമെങ്കിലും ചെയ്യാം. ഇപ്പോ നമുക്ക് മരുന്ന് കഴിക്കാം. മാഡം ഒന്ന് പുറത്തേക്ക് നിൽക്കൂ. വേണ്ട, അമ്മ എൻ്റെ അടുത്ത് വേണം. അമ്മ എവിടെയും പോണ്ട. ആ, ഇങ്ങനെ വാശി പിടിക്കല്ലേ. അമ്മയെ നമുക്ക് കുറച്ച് കഴിഞ്ഞ് തിരിച്ചു വിളിക്കാം. മോളെ, അമ്മ പുറത്തു തന്നെ ഉണ്ട്. അമ്മ കുറച്ച് കഴിഞ്ഞിട്ട് വരാം. മോൾ എന്തിനാ സങ്കടപ്പെടുന്നത്? നമുക്കേ ഒരു ഇഞ്ചക്ഷൻ എടുക്കാണ്ട്, അത് കഴിഞ്ഞ് അമ്മയെ തിരിച്ചു വിളിക്കാം. എന്താ, മോള് നല്ല കുട്ടിയല്ലേ? ഇങ്ങനെ സങ്കടപ്പെടല്ലേ. നമ്മുടെ ഗൗരിമോൾക്കൊന്നും സംഭവിക്കില്ല. എല്ലാം പോസിറ്റീവായിട്ട് തന്നെ വിചാരിച്ചാൽ മതി. ദൈവം നമ്മളോട് അത്രയും വലിയ ദ്രോഹമൊന്നും കാണിക്കില്ല. ആര് പറഞ്ഞു കാണിക്കില്ല എന്ന്? ദൈവം ഭയങ്കര ക്രൂരനാ. ചിലപ്പോ നമ്മൾ നല്ലതുപോലെ സന്തോഷിച്ചിരിക്കുമ്പോ ഇവനങ്ങനെ സന്തോഷിക്കണ്ടെന്ന് വിചാരിച്ച് ഒരു വലിയ കല്ലെടുത്ത് നമ്മുടെ തലയിലിടും. ചിലപ്പോഴൊക്കെ ആവശ്യമില്ലാത്ത പ്രതീക്ഷകൾ തരും. ഇങ്ങനെ സമനില കൈവിടല്ലേ ഗോകുൽ. ഇസബെല്ലയ്ക്കുണ്ടായിരുന്ന അതേ അസുഖം തന്നെയാണോ എന്റെ ഗൗരിമുഖം? എന്ത് വന്നാലും ഞാൻ കൂടെയുണ്ട്. ധൈര്യമായിരിക്കുക. ഹലോ ആരതി. അർച്ചനെ, എനിക്ക് വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നിന്നോട് പറയാനുണ്ട്. ഞാൻ ഹോസ്പിറ്റലിലാ. ഗോകുൽ ഇവിടെ തന്നെയുണ്ട്. പെട്ടെന്ന് പറയാമോ? അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? അമ്മയുടെ കാര്യം പറയാൻ തന്നെയാ വിളിച്ചത്. അർച്ചന കാരണം എല്ലാം തകരാൻ പോവാ.